മനസ്സിനെ മനസ്സുകൊണ്ടറിയുന്ന ഭാഷയാണ് പ്രണയം. അതുകൊണ്ട് തന്നെ ഭാഷാന്തരങ്ങൾക്കും ദേശാന്തരങ്ങൾക്കും ലിപിയുടെ വേലിക്കെട്ടുകൾക്കും അപ്പുറം അത് വിശ്വരൂപമാർജിക്കുന്നു. പ്രണയമെന്ന കാലാതിവർത്തിയായ മഹാനുഭവത്തിൽ മനസ്സുകൊണ്ട് പ്രണമിച്ച് ഞങ്ങളും ഒരു പുതിയ പ്രണയക്കാഴ്ച ഒരുക്കുന്നു. സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യ കൺമണി കൺമണി നേരം എവ്വളോ ആച്ച് ഇനി ഉറക്ക എണീക്കില്ലയാ? ഓഹോ, അപ്പൊ അവൾ ഇതുവരെ ഉണർന്നില്ലല്ലേ? ഉണർത്താനുള്ള പണി എന്റെ കയ്യിലുണ്ട്. ഐഡിയ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. എന്തോ എന്നെ വിളിച്ചായിരുന്നു? താ വരുന്നേ. ராசாத்தி இன்னைக்கு 1ஆம் தேதியா? இல்ல. உன் பர்த்டேயா? இல்லையே. பின்ன எதுக்கு குளிச்ச? ஆமா. ஆமா, நீ கிச்சன்ல வா, நான் சாப்பாடு எடுத்து தரேன். சரிம்மா. அச்சோ, அவர் எங்க போனாரே? காணலையே. ஹே வாடா மாப்பிள்ள, பழ பழ தோப்புல வாலிபால் ஆடலாமா? ஆட்டும் சாக்குல சைக்கிள் கப்புல கிழக்கு கூடி போடலாமா? முக்க கீழே முத்தம் கொடு, கடிச்சு புட்டா கத்த கூடாதே, முந்தானையில் முட்டை கட்டு, முள்ளு குத்தும் ரத்தம் வராதே. எப்படி எப்படி அப்படி அப்படி. കൺമണി, നീ ഇനി വന്നേ. ஐயோ, அப்பா உள்ள இருக்கு. അപ്പൊ ഒക്കെ ഉള്ളിരിക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ തിന്നാം. ഞാൻ ഇപ്പൊ പുട്ടുന്നേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. ஐயோ, அப்பா உள்ள அங்க இருக்குன்னு. അപ്പയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കൺമണി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാ. എന്താ? എന്താണ്? ഓ, രാവിലെ എന്റെ കൺമണി എങ്ങനെ കണി കാണാൻ എന്തൊരു ഐശ്വര്യവാ. അയ്യോ, അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ? പിന്നെ മുഖസ്തുതി പറയുകയാണെന്ന് വിചാരിക്കരുത്. നടി സിമ്രാനെക്കാളും ജ്യോതികയെക്കാളും എത്രയോ സുന്ദരിയാണ്. സുന്ദരിയാണ് ഐശ്വര്യ റായി. என்னண்ணா இது? கிண்டல் பண்ணாத. കിണ്ടൽ പണിയതൊന്നും അല്ല കൊച്ചെ. നിന്നെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ എന്റെ മനസ്സിൽ കവിത വരും. எங்க அப்பா இது பார்த்தா உங்க முகத்து நீரும் வரும். അതൊക്കെ പോട്ടെ, രാവിലെ ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ട്? நம்ம நடி ஜோதிகாவுக்கு அங்க ஒரு கோவில் கட்டுது, நாங்க பாக்க போறேன். തിരുവനന്തപുരത്ത് ഞങ്ങൾ മോഹൻലാലിന് വേണ്ടി ഒരു കോവില് കെട്ടുന്നുണ്ട്. அப்படியா? அந்த கோவிலுக்கு பேர் என்னது? മേജർ മഹാദേവ ക്ഷേത്രം. அதெல்லாம் இருக்கட்டும், நம்ம விஷயம் அப்பாவுக்கு தெரிஞ்சா இந்த கல்யாணமே நடக்காது. എടി, നിന്റെ അപ്പൻ നിന്നെ എനിക്ക് കെട്ടിച്ചെന്നില്ലെങ്കിൽ ഉണ്ടല്ല, ഞങ്ങളുടെ മുല്ലപ്പെരിയാറിലെ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരില്ല. അങ്ങനെ നീയൊക്കെ കുളിക്കാതെ നനയ്ക്കാതെ ഒരുമാതിരി കൊരങ്ങിനെ പോലെ ആവും. அப்பதான் நம்ம நல்ல மேட்ச் ஆகும். அண்ணா, என் ஆசையே நடக்கலனா என் வாழ்க்கையே கெட்டு போச்சு. അയ്യോ, ഞാൻ പോയി തപ്പി എടുത്തോണ്ട് വരാം. என்னது? നിന്റെ വാഴക്കെട്ട് എവിടെ പോയെന്ന് പറഞ്ഞു? അല്ല കൺമണി, എന്താ നിന്റെ വീട്ടിന്റെ അവിടെ ഒരു ആളും ബഹളവും ഒക്കെ? ഇന്നെന്താ വിശേഷം? அது இன்னைக்கு எங்க அப்பாவோட பிறந்த நாள். இந்த தமிழ்நாட்டுக்கு பெரிய ஆഘോഷം, உங்க நாட்டுக்கு ஓணம் மாதிரி. നിന്റെ അച്ചാര് മാവേലിയ. கண்மணி, ஐயோ, அப்பா வருது போ. கண்மணி, அப்பா இதோ வந்துட்டேன். ஊரு சனம் ஓடி வந்து சேரு, நம்ம கவுண்டருக்கு பிறந்த நாள் பாரு, காலடியில் பூவெடுத்து போடு, எங்க காலம் நல்ல காலம் நல்ல பாடு. தின்னதுர சக்கரையே
சிலை அழகே மலரே என்னுயிரில் விடரும் பனிமலரே. ஓடி வந்து சேரு அவனுக்கு பிறந்த நாள் பாரு காலடி பூவெடுத்து போடு எதுக்கு இந்த பக்கம் வந்து நிக்க கூடாது. இந்த மலையாளி பசங்க வந்து ரொம்ப மோசமான ആൾക്കാര്. മോശமான ആൾക്കാരോ? കേറി പോടാ. കാഴ്ചബംഗ്ലാവിലെ ചിമ്പാൻസിനെ നോക്കി നിൽക്കുന്ന കൊച്ചു കുട്ടികളെ പോലെ നോക്കി നിൽക്കാതെ മോശமான ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പോടാ. തിരുട്ടുമുണ്ടല്ലടാ, വെള്ളമുണ്ട്. ഓ, വെള്ളമുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എടാ, ഞങ്ങളുടെ മുല്ലപ്പെരിയാറ്റിലെ വെള്ളം കൊണ്ടല്ലടാ നീയൊക്കെ തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒക്കെ കൃഷി ചെയ്തുണ്ടാക്കണത്. ആമാണ്ടാ, അതുക്ക് ഇപ്പൊ എണ്ണ എണ്ണടാ. 1 2 3 4 5 6 ഇത്ര എനിക്ക് എണ്ണ അറിയാവുള്ളൂ. ഗലാട്ട പണ്ട്രിയാ. കൊടംപുളി പോലത്തെ ചുണ്ടും വെച്ച അവൻ പറഞ്ഞ കേട്ടോ, ഗലാട്ട പണ്ട്രിയാന്ന്. ഡാ, നീയൊക്കെ ഇങ്ങോട്ടയക്കണ തക്കാളിയും വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ ഞങ്ങൾ വേണം ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കും. നിന്നോട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. നിന്റെ നാട്ടിൽ ഞങ്ങളുടെ മുല്ലപ്പെരിയാറ്റിലെ വെള്ളം കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോടാ മോനെ? കണ്ടോ, ഇത് പറഞ്ഞപ്പോ അവന്റെ വായിലെ വരെ വെള്ളം പറ്റിപ്പോയി. ഇപ്പഴെനിക്കൊരു സമാധാനം. അത് ആരെങ്കിലും എനിക്ക് ഇച്ചിരി വെള്ളം കൊണ്ടെത്താം. കൊല്ലും കൊലയും താ എനക്ക് മുഖ്യോ. നെല്ലും കൊലയോ? നെല്ലും കൊലയും അല്ല, കൊല്ലും കൊലയും. തേയിലത്തോട്ടം പോലത്തെ മീശ വെച്ച് നടക്കണവനെ നീ കൊല്ലും കൊലയുടെ കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. 1 2 3 4 കൊന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും കൊല്ലും. ഒരാളെ തല്ലിയാ കൊന്നത്, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ പീക്കിക്കൊന്നു, ഇനിയും കൊല്ലും. അങ്ങനെയുള്ള ഞങ്ങളടുത്താണോടാ നിന്റെ പേടിപ്പിക്കല് മോനെ? അനാവശ്യം പേശക്കൂടാது. അപ്പൊ നീ മോനല്ലേ? என் பேச்சு மட்டும்தான் சைலண்டா இருக்கும். ஆனா அடி சாரா வெடி. என் கையில இரட்டக்குழல் துப்பாக்கி இருக்குடா, തുപ്പാക്കി. നിന്റെ ഇരട്ടക്കുഴല് വല്ലവനും തുപ്പലാക്കിയെങ്കിലേ നീ തുപ്പലാക്കിയവനോട് എന്ന് ചോദിക്കണം. അല്ലാണ്ട് എന്റെ മെക്കെട്ട് കയറാൻ വരല്ലേ. പോ, ഞാൻ കൂട്ടില്ല. ഓ, അണപ്പല ഇളകി പോയി. எங்க நாட்டுல பூவும் பட்டாசும் எல்லாம் இருக்குதுனால தானே உங்க நாட்டுல ஓணവും ദീപാവലിയും എല്ലാം കൊണ്ടാടുത്. എടാ, ഈ ഓണം ദീപാവലി ഞങ്ങൾ ഒരു വർഷം അങ്ങ് കൊണ്ടാടിയില്ലെങ്കിലേ ഒരു വർഷം നീയൊക്കെ പടക്കവും പൂവും തിന്ന് ജീവിക്കുവോ? ഇത് എന്നാണ് തെരിയുമാ? അത് തെറിയല്ലടാ, തേങ്ങയാ, തേങ്ങ. തേങ്ങ താനേ. ചുണങ്ങുള്ള നെഞ്ചത്തവൻ തേങ്ങ വെച്ചെറിഞ്ഞേ. അയ്യോ, ഏറ് കൊണ്ടാലെന്താ, ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ കിട്ടി. சுண்டைக்காய், வெண்டைக்காய், தக்காளி, காய்கறியே, தக்காளி கிலோ 4 ரூபாய், தக்காளி கிலோ 4 ரூபாய். ഓ, പെണ്ണുമുള്ള പച്ചക്കറി മേടിക്കാൻ പറഞ്ഞവര് ഞാൻ ഇപ്പോഴും ഓർത്താ. ഡാ, ഇങ്ങ് വന്നേ, 1 കിലോ തക്കാളി. അത് വേണ്ടി 1 കിലോ തക്കാളിക്ക് 40 രൂപ. 40 രൂപയോ? നീ അല്ലടാ കുറച്ചു മുമ്പ് പറഞ്ഞത് 1 കിലോ തക്കാളിക്ക് 4 രൂപ ഉള്ളു. அது வந்து தமிழ்நாட்டுல வரும்போது 4 ரூபாய், இந்த தக்காளி கேரளத்துல வரும்போது 40 ரூபாய். ഇനി 4 രൂപയ്ക്ക് 1 കിലോ തക്കാളി തരാലോ. വെണ്ടയ്ക്ക, സുണ്ടയ്ക്ക, തക്കാളി, തക്കാളി, തക്കാളി. ആ വിളിച്ചതിൽ എന്തെങ്കിലും അർത്ഥം വെച്ച് വിളിച്ചാണോ അവൻ? അങ്ങനെയായിരിക്കും. എടി തക്കാളി, എടി സുലോചന, തക്കാളി നെഞ്ചത്തിരുന്ന തേങ്ങ വെച്ചൊരു ഉഗ്രനൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയടി. ഓ, തേങ്ങ വെച്ച് ഏറ് കിട്ടിയത് കൊണ്ടാന്ന് തോന്നുന്നു. ചിരിക്കും ഒരു പഞ്ച് കിട്ടണല്ല. അത് മതി. എന്റെ ദൈവം, വിവറേജിന് സാധനം എടുക്കുന്നതല്ല പാട്. എവിടെയെങ്കിലും കൊണ്ടൊന്ന് അടിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് കീച്ചിയാലോ അങ്ങോട്ട്. എന്തുവാ കാണിക്കുന്നത്? നടു റോട്ടിരുന്നാണോ മദ്യപിക്കുന്നത്? കേരളത്തിലെ പോലീസുകാരെ കേരളത്തിലെ നിയമം നോക്കിയാൽ മതി. തമിഴ്നാട്ടിലെ കാര്യം നോക്കാൻ വേണ്ടി തമിഴ്നാട് പോലീസ് ഉണ്ട് കേട്ടോ. ഈ ബോർഡറിൽ ഡ്യൂട്ടിക്ക് കയറിയതിനു ശേഷം ഒരു ഒറ്റ പോലും കൈ കിട്ടുന്നില്ലല്ലോ. അയ്യോ, എന്താ പറ്റിയത്? ഇത് നമ്മുടെ മുന്നിയുണ്ട്. കേരളാവിൽ ജോലിക്ക് പോയതാ. ആന കുഴിയിൽ വീണ് സത്തുപോയിട്ടാച്ച്. ആന കുഴിയിൽ വീണ് ചത്തുപോയതിന് പുള്ളിയെ പൊക്കി പിടിച്ചു നടക്കുന്ന എണ്ണത്തിന്. அம்மா, நான் போறேன். டிஃபன் சாப்பிட்டுட்டு போடி. டிஃபன் சாப்பிட்டுட்டு அடுத்த வண்டிக்கு வரட்டும், நான் போறேன். நேரம் இவ்வளவு ஆச்சே, அவர் எங்க? കൺമണി, രാവിലെ കോളേജിലേക്കാ? இல்லையே, ഇന്റർനെറ്റ് കഫേക്ക് പോறேன். ആഹാ,
ഇന്റർനെറ്റ് കഫയിലോട്ടാ? അപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടല്ലേ? ആമാ. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഉള്ള ആൾ ആരാണെന്ന് അറിയാമോ? തിരിയാതെ. രാവണൻ. 10 ഫേസ്ബുക്കാ ഒറ്റ ആൾക്ക്. കഫേ അത് മാറ്റിപ്പിടിച്ച് ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? മുട്ടപൊട്ടി കുട്ടിയുണ്ടാകുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതെന്നെ പടോ? ജുറാസിക് പാർക്ക്. അപ്പ അറിഞ്ഞ് കിട്ടും. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം എപ്പ നോക്കിയാലും അപ്പ അപ്പ അപ്പ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഉനക്ക് എന്നെ പിടിക്കില്ലയാ? പിടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നടു റോഡായി പോയില്ലേ. അപ്പൊ നമ്മ കല്യാണം നടക്കും. സൊല്ലേ. കല്യാണ കാര്യം പറയുമ്പോ നീ എന്തിനാടി ചൊല്ലി പറയുന്നത്? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? എവളോ ഇഷ്ടം? എവളയോ അല്ല, നിന്നെയാ ഇഷ്ടം. നിജമാ? ഓഹോ, അപ്പൊ എന്റെ ഇഷ്ടത്തിൽ നിനക്ക് സംശയമുണ്ടല്ലേ? ഇല്ല, അത് വന്ന്. എനിക്ക് മനസ്സിലായി, നിനക്ക് സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈ ബ്ലേഡ് പിടി. എതുക്ക്? എന്നിട്ട് നിന്റെ പേര് എന്റെ കയ്യിലെഴുത്. അയ്യോ, അത് വേണ്ട അണ്ണാ, ചോര വരും. ചോര വരട്ട്, അപ്പോഴേ നിനക്ക് വിശ്വാസാവുമല്ല. അയ്യോ വേണ്ട അണ്ണാ. വേണം, എഴുത്. കൺമണി എന്ന് എന്റെ കയ്യിൽ ഈ ബ്ലേഡ് കൊണ്ട് എഴുത്. അയ്യോ എഴുത്, എഴുത്. അയ്യോ, ചോര വരുന്നണ്ണാ. ചോര വരട്ട്, നിനക്ക് വിശ്വാസാവുമല്ല. ബാക്കി എഴുത്, ബാക്കി എഴുത്. അയ്യോ, ചോര വരുന്ന. ചോര വരട്ട്, നിനക്ക് വിശ്വാസാവുമല്ല. അയ്യോ, ഇല്ല ഇല്ല, ഡബ്ല്യു. അയ്യോ ഇല്ല, എന്താണ് ഇത്? അയ്യോ, எல்லாமே തെറ്റി പോച്ചെന്നാ. തെറ്റിപ്പോച്ചാ? ஐயோ அண்ணா, நான் இது இந்த பிளேடு வச்சே மாய்ச்சிட்டு நான் அந்த கையில எழுதிட்டேன்னா. அந்த கையில ஒரு கை தொலைச்சது போராடி அண்ணா. அண்ணா, இந்த மாதிரி எல்லாம் ஒண்ணும் வேண்டாம் அண்ணா. எனக்கு நிஜமா தெரியும் நீங்க என்ன லவ் பண்றீங்கன்னு. அண்ணா, തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് 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 പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ. ஐயோ அப்பா. கண்மணி, இப்ப எத்தனை மணி? உனக்கு இங்க என்ன பணி? அப்பா, அது നീയല്ല വന്നത്, ഞാനാ വന്നത്. കൂടുതൽ ലാഗടിക്കാതെ ഞാൻ കാര്യം പറയാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാനും തീരുമാനിച്ചു. എന്ത്? இனிமே இந்த பார்டர் தாண்டி இந்த பக்கம் வந்த உன் சோர இந்த தமிழ் மண்ணில விழுந்துடும், ஞாபகம் வச்சுக்க. പിന്നെ ഇയാള് ജൊട്ട്. എന്റെ പ്രസിഡന്റ് എങ്ങനെ ചിന്തിച്ചത് യാതൊരു കാര്യമില്ല. സംഭവം കഴിഞ്ഞിട്ടേ 4 ദിവസമായി അവൻ തല്ലിയിരിക്കുന്ന ഒരു മലയാളി പയ്യനെ. എന്റെ മോനെ തല്ലിയതിലുപരി അവനൊരു മലയാളി പയ്യന്റെ ദേഹത്തെ കൈവച്ചത്. കേരള ബോർഡർ കിടന്ന് ഏതെങ്കിലും ഒരു തമിഴൻ ഈ മണ്ണി കാല് കുത്തിയാൽ അവനൊന്നും ജീവനെ കൊണ്ട് ഇവിടുന്ന് പോകരുത്. അമ്മാ തായേ വല്ലതും കൊടുങ്കയ്യാ, പസിക്കുന്നത് കൊടുങ്കയ്യാ. കൊടുങ്കയ്യനോ? ഏടാ തമിഴൻ, തല്ലി കൊല്ലണ അവനെ. വേണ്ടെന്നേ അണ്ണാ. കൗണ്ടർ മാമാ, കൗണ്ടർ മാമാ. சின்னப்பா பெரியப்பா சித்தப்பாடா எல்லாரும் வாங்கடா. யாரடா தமிழ்நாடு பசங்க மேல கைய வச்சது? എടാ കൈ വെക്കുവല്ലായിരുന്നുടാ, നല്ല അടി അങ്ങ് കൊടുക്കണം, നല്ല ചൂട്ട അടി. ഒരു തമിഴ മേലെ കൈ വെച്ച ഒന്നെ സുട്ടിടാൻ പാറ്. എടാ, ഒരു മലയാളിയുടെ മേത്ത് കൈ വെച്ചാൽ നിന്നെ ഞാൻ ഫ്രൈ ചെയ്യൂടാ. നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലെ പ്രേമം മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാറുംടാ. அதுக்கு தாடா 4 நாளா என் புள்ளைய முறுக்குள்ள பூட்டி போட்டிருக்கேன். 4 നാളായിട്ട് പൂട്ടിയിട്ട് പോലും ഈ 4 ദിവസവും ഫുൾ ടൈം ഞാനും അവളും കൂടെ കമ്പ്യൂട്ടറിലൂടെ ചാറ്റിംഗ് ആയിരുന്നു. അറിയോ? ചാറ്റിംഗോ? അതെ, ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് ഞങ്ങൾ പ്രണയിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മോളെ മറ്റാർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമായിരിക്കും. എന്നാലും ആത്മാർത്ഥ പ്രണയമായ ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കൗണ്ടറേ,
ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. രാജ്യങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ ഒരുപാട് അതിർവരമ്പുകൾ ഉണ്ടാകും. പക്ഷേ ആത്മാർത്ഥ പ്രണയത്തിനു മുൻപിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ യാതൊരു അതിർവരമ്പുകളും ഇല്ല. പിന്നെ എതുക്കടാ இந்த வேலி புழுது மாத்துங்கடா.